അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ പാർട്ടി വിശദീകരണം കൊടുക്കുന്നു, പാർട്ടി പ്രതിരോധത്തിനായി എന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു ഇത്തരം ഒരു സസ്പെൻസ് നിലനിർത്തിയത്? ആദ്യമേ പറഞ്ഞാൽ മതിയായിരുന്നു ഞാനൊരു അടിയുറച്ച ഇടതുപക്ഷക്കാരനാണെന്ന്. ആര്? ഞാനോ? അത് പറയാത്തത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായില്ലേ? അതെ, ഞാൻ എന്താ പറഞ്ഞത്, എന്റെ പുസ്തക റിലീസ് കഴിയട്ടെ, ഒക്ടോബർ 2-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 4:30 ഞാൻ നിങ്ങളെ കാണും, നിങ്ങളോട് പറയും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ആ വാക്ക് പാലിച്ചു. എന്ത് പറയുന്നു എന്ന് ഞാൻ അപ്പോൾ നിങ്ങളോട് പറഞ്ഞോ? യോജിപ്പും വിയോജിപ്പും പറയും എന്ന് പറഞ്ഞു. അൻവറിന്റെ ചില കാര്യങ്ങളിൽ എനിക്ക് യോജിപ്പുണ്ട് എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. അടിയുറച്ച ഇടതുപക്ഷക്കാരൻ, അന്നും ഞാൻ അടിയുറച്ച ഇടതുപക്ഷക്കാരൻ തന്നെയായിരുന്നു. എന്തിനാ അപ്പ പറയണ്ട? ഇപ്പൊ ഞാൻ പറയുന്നു. എങ്ങനെ? ഒരിക്കലും ഇല്ല. അൻവറിന്റെ പൊതുയോഗത്തിൽ പകുതി ആൾക്കാരല്ല, ചിലപ്പോ കൂടുക ചെയ്യാം. ഇതാണ് എന്റെ വെളിപ്പെടുത്തൽ. നിങ്ങൾ വെളിപ്പെടുത്തൽ എന്ന് പറയുമ്പോൾ അത് മുഖ്യമന്ത്രിക്കെതിരായ വെളിപ്പെടുത്തലാണ് എന്ന് തെറ്റിദ്ധരിച്ചു. അതാണ് നിങ്ങളുടെ പ്രശ്നം. അതുപോലെ തന്നെ CPM-നെതിരായിട്ടുള്ള വെളിപ്പെടുത്തലാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. അല്ല, ഓഫർ കിട്ടാന്ന് പറഞ്ഞാൽ ഇതല്ലേ. ഇപ്പോ സുഹൃത്തെ, താങ്കൾക്ക് നല്ലൊരു ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ? താങ്കൾ പറയണം ഇനി മാധ്യമ പ്രവർത്തന രംഗത്ത് ഞാനില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ഓഫർ അവിടുന്ന് കിട്ടാനുള്ളത്? ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനായി 18 കൊല്ലപ്പം അങ്ങനല്ലേ പോയത്. എന്നെ വിശ്വസിച്ച, എന്നെ സ്നേഹിച്ച, ഇടതുപക്ഷവുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഭൂതി എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു മൾട്ടി റിലിജിയസ് സൊസൈറ്റിയുമായിട്ട് എനിക്ക് സംവദിക്കാൻ പറ്റി എന്നുള്ളതാണ്. 3 പാർട്ടി ജാഥകളിൽ ഞാൻ പങ്കെടുത്തപ്പോൾ ഒരു മൾട്ടി റിലിജിയസ് ആയിട്ടുള്ള കേരളത്തിൻ്റെ ഒരു പരിച്ഛേദത്തെ എനിക്ക് അഭിസംബോധന ചെയ്യാൻ പറ്റി. അവരോട് കൺവേ ചെയ്യാൻ പറ്റി ഒരുപാട് കാര്യങ്ങൾ. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, അങ്ങനല്ല, ഞാൻ എൻ്റെ സുഹൃത്തിനോടാണ് പറയുന്നത്. 59 വയസ്സാകും. പൊതുവേ എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ വാപ്പ ഭയങ്കര ദേഷ്യക്കാരനാണ്. അപ്പം ഞാൻ പറഞ്ഞ 60 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം കൂടുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അതൊരു സുഹൃത്തിന് എഴുതിയിട്ടുള്ള ഒരു കത്തിലെ വാചകമാണ്. അല്ല, സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്താന്ന് പറഞ്ഞത് നമ്മൾ മരിച്ചു പോകണമെന്ന് ആൾക്കാർ ആഗ്രഹിക്കാത്ത വിധം. കാരണം പല MLA-മാരുടെയും കാര്യത്തിൽ ആ പാർട്ടികളിലെ യുവജന നേതാക്കൾ എന്നോട് അവരുടെ വികാരം ഷെയർ ചെയ്യുന്നത് എനിക്കറിയാമല്ലോ. ഉണ്ടാവും. പക്ഷെ നമുക്കൊരു എനിക്കൊരു കോൺഫിഡൻസ് വേണ്ടേ? അതല്ല എനിക്കൊരു കോൺഫിഡൻസ് വേണ്ടേ? എനിക്ക് ഇപ്പോൾ അന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, മത്സരിക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും സത്യത്തിൽ ഞാനൊന്ന് മാറി നിൽക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. ഞാനത് അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അവരോട് പറഞ്ഞതുമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്രാവശ്യം അതൊരിക്കലും പറ്റൂല, ഇപ്രാവശ്യം മത്സരിക്കണം എന്ന് പറഞ്ഞാണ്. റിയലി ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. അല്ലാതെ ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾക്ക് എന്നെ അടുത്തറിയാൻ പരിചയമുള്ള ആളുകളാണല്ലോ. ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിത്തിന്ന് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയില്ല? എന്താണ് മൂപ്പർക്ക് തോന്നി പറയാൻ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം? അതെ. അല്ല, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നുണ്ടല്ലോ. കസ്റ്റംസിന്റെ ഡ്യൂട്ടി എന്തുകൊണ്ടാണ് പോലീസ് ചെയ്യുന്നത്? കസ്റ്റംസിന്റെ ക്ലിയറൻസ് സ്കാനിങ് കടന്നു വരുന്നതാണ് പിന്നെ പുറത്തു വെച്ച് പോലീസ് പിടിക്കുന്നത്. അത് പിടിക്കുന്നതിന് എന്താണ് പോലീസിന് പ്രചോദനം? ആ കാര്യത്തെ സംബന്ധിച്ചൊക്കെ 150 കേസുകളുണ്ടല്ലോ. ഈ 150 ആളുകളെ എന്ത് ചെയ്താൽ മതി? അന്വേഷിച്ചാൽ മതി. അവർ കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന സ്വർണവും ഇവർ രേഖപ്പെടുത്തിയ സ്വർണവും തമ്മിലുള്ള വ്യത്യാസം മാത്രം നോക്കിയാൽ മതിയല്ലോ. ഇതിൽ വസ്തുതയുണ്ടോ, സത്യമുണ്ടോ? ചെറിയ വ്യത്യാസമാണെന്നുണ്ടെങ്കിൽ പണ്ട് എൻ്റെ കാര്യത്തിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വലിയ അന്വേഷണം ഉണ്ട്. എന്ത്
ഖുർആനിന് ഇത്ര കോപ്പി, ആ കോപ്പിക്ക് ഇത്രയായിരുന്നു വെയിറ്റ്, അത് പിന്നെ ഹാർഡ് ബോർഡിൻ്റെ വെയിറ്റ് ഒഴിവാക്കിയാൽ ഇത്രയാണ് വെയിറ്റ് ഉണ്ടാകാൻ സാധ്യത, അങ്ങനെ മറ്റേ എന്താണ് GPS കേടുവന്നു, അത് ബാംഗ്ലൂരിലേക്ക് പോയി, ആകെ ഇന്ന ഒരു സ്വർണ്ണ കള്ളക്കടത്തുകാരനാക്കിയിട്ട് അന്ന് മാറ്റിയില്ലേ ജീവിതത്തിൽ. ആ ഒരിക്കലും പിഴവ് അല്ല, ഒരിക്കലും പിഴവ് പറ്റില്ല. ഒന്നാമത്തത്, ഒരാളോടും പ്രശാന്തേ ജീവിതത്തിൽ ഇന്ന് വരെ 10 പൈസയുടെ ഒരു നേട്ടത്തിന് വേണ്ടി ഞാൻ ഒരു കാര്യവും ചെയ്തിട്ടില്ല. മന്ത്രി എന്നുള്ള നിലയിൽ ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് വന്ന കാര്യങ്ങളിൽ എത്രയോ ആളുകൾക്ക് പ്രയാസം ദൂരീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അല്ല, ഞാൻ ഉദാഹരണത്തിന് അല്ല ഞാൻ എനിക്ക് എന്നെ ആരും കോടാലി ആക്കൂല. ഒന്നാമത്തത്, സമ്പത്തിനോട് മോഹമുള്ള ആളുകളല്ലേ അതിനൊക്കെ ആക്കുക. ഒരു തരി സ്വർണം പോലും ഇല്ലാത്ത ഒരു വീട്ടുകാരനാണ്, വീട്ടുടമസ്ഥനാണ് ഞാൻ. എന്ത് കമ്മിറ്റ്മെന്റ്? ഇന്റെ മക്കൾ അല്ല എപ്പോഴാണ് നഷ്ടപ്പെട്ടത്? അല്ല, എപ്പോഴാണ് അത് നഷ്ടപ്പെട്ടത്? അതായത് അല്ല, ബന്ധുനിയമന വിവാദത്തെ തുടർന്ന് എപ്പോ? രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മന്ത്രിയുടെ ഒരു പദവിയിലും ഇല്ലാത്ത സമയത്താണ്. മന്ത്രി പേരിൽ മാത്രം മന്ത്രിയായിരുന്ന സമയത്ത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ഈ ബന്ധു നിയമനം ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഒന്ന് കേൾക്കാതെ ഒരു നോട്ടീസ് അയക്കാതെ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും നോട്ടീസ് അയച്ചു. ബാക്കിയുള്ള എല്ലാ മന്ത്രിമാർക്കും. ഇപ്പോൾ ശൈലജ ടീച്ചർക്കെതിരായിട്ട് ലോകായുക്തയിൽ കേസ് വന്നു, ശൈലജ ടീച്ചർക്ക് നോട്ടീസ് അയച്ചു. ആർ ബിന്ദുവിനെതിരായിട്ട് നോട്ടീസ് വന്നു, മന്ത്രി അവർക്കെതിരായിട്ടൊരു കേസ് വന്നു, അവർക്ക് നോട്ടീസ് അയച്ചു. എനിക്ക് ഇങ്ങനെ ഒരു കേസ് നിങ്ങളെ സംബന്ധിച്ച് ഈ കോടതിയിൽ വന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് ഹാജരായി അത് വിശദീകരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വക്കീലിനെ ഏർപ്പെടുത്തിയിട്ട് പറയണം എന്നുള്ള നിലക്കൊരു നോട്ടീസ് പോലും അയക്കാതെ, എന്നെ കേൾക്കാതെ, നിയമിക്കപ്പെട്ടു എന്ന് പറയുന്ന ബന്ധുവിനൊരു നോട്ടീസ് അയക്കാതെ, അയാളെ കേൾക്കാതെ, അങ്ങനെയാണ് ആ വിധി ഉണ്ടായത്. ആ വിധിക്കെതിരായിട്ടാണ് വളരെ ശക്തമായിട്ട് ഞാൻ പ്രതികരിച്ചത്. സത്യത്തിൽ അതിന് വല്ല ഇതുണ്ടായിരുന്നെങ്കിൽ എനിക്കെതിരെ എത്ര കേസ് കൊടുക്കണമായിരുന്നു അവർ, ഈ ലോകായുക്ത.